എടാ മോനെ വിശാൽ, അമ്മ ഇവിടെ നിൽക്കാണോ? യമുനെ ഒരുക്കണ്ടേ? യമുനയ്ക്കായിട്ട് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ഇതൊക്കെ. ഇതിൽ ഇഷ്ടമുള്ള സാരി അവള് സെലക്ട് ചെയ്യട്ടെ. അത് ഉടുത്തിട്ട് വേണം വിവാഹ പന്തലിലേക്ക് കയറാൻ. അതെനിക്ക് നിർബന്ധമാ. അമ്മ വാ മോനെ, ഒരു മിനിറ്റ്. എന്താ അമ്മേ? വാ പറയാം. നീ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനിടയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? എന്ത് ടിക്കറ്റ്? അത് മോനെ, മോൻ മറന്നു വെക്കാര്യം. എന്റെ ചേട്ടായി സാരിയും കൊണ്ട് ഇവിടെ നിൽക്കുവാണോ? എനിക്ക് റെഡി ആവണം. വാ. ദേ വരുന്നു. എങ്ങനെയുണ്ട് സാരികൾ? ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം സൂപ്പറാ. ഇതെല്ലാം ഉടുത്തോണ്ട് വിവാഹ പന്തലിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് മോള് സെലക്ട് ചെയ്യേ. അതിനെ പറ്റിയ ഒരാളെ ഇവിടെ തന്നെ ഉണ്ട്. നീ വാ. നിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വന്നിടത്തേക്ക് തന്നെ നിന്നെ ഞാൻ തിരിച്ചയക്കും. അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് ഒന്ന് കാണട്ടെ ഞാൻ. തളർന്നു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. പോയിട്ട് എന്തായി മണി? നീ കണ്ടോ ആരാ നിറത്തിലുള്ള സാരി ഉടുത്തിരിക്കുന്നെന്ന്? പറ മണി. ഞാൻ ഈ നാട്ടിലെ കല്യാണ വീടുകളിലൊക്കെ പോയി നോക്കി. നീ പറഞ്ഞ സാരി ആരും ഉടുത്തിട്ടില്ല പാറു. അല്ല, ഇനിയൊരു പക്ഷേ നിനക്ക് മനസ്സിലാവാത്തയാണെങ്കിലോ? നമുക്ക് ഒരുമിച്ച് പോയി നോക്കിയാലോ? അത് വേണോ? വേണം. നീ വാ. ഈ പെൺകുട്ടി അല്ല മണി. നമുക്ക് ഇവര് മൂന്നുപേരും അല്ലല്ലോ മണി. ഇനിയുള്ളത് യമുനയാണ്. നമുക്ക് യമുനയുടെ വീട്ടിൽ ചെന്ന് നോക്കാം. വാ. എന്റെ ഉദയന്നൂർ ദേവി, അത് യമുന ആവല്ലേ? അവക്ക് ഒരാപത്ത് സംഭവിക്കരുത്. ഗാർഗി, ഇതിന്നൊരു സാരി പെട്ടെന്ന് സെലക്ട് ചെയ്തേ. ഇതെടുത്തോ. ഇത് വീഡിയോയിൽ പൊളിയായിരിക്കും. യമുന, ഈ സാരി എടുത്തോ. ഇതാ കുറച്ചുകൂടെ ഭംഗി. നോക്കട്ടെ. സൂപ്പർ ആയിരിക്കും. പെട്ടെന്ന് പോവണേ. നിനക്കത് നന്നായിട്ട് ചേരും. കല്യാണത്തിന് ഇത് മതി. ബാക്കിയെല്ലാം നിനക്ക് ഇഷ്ടമുള്ളപ്പോ കൊടുത്തോ. ആഹാ, ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഹലോ മണി. ജെന്റിൽമാൻ, എന്താണ് ഇവിടെ? എന്തൊരു ചോദ്യ മണി. ഈ കല്യാണം കൂടാൻ വന്നതല്ലേ ഞാനേ യമുനയുടെ കസിന്. ആണോ? സ്വന്തം വീട്ടിൽ പോലും പോവാതെ അമേരിക്കയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നത്. ജെന്റിൽമാൻ യമുനയുമായി അത്രയ്ക്ക് ക്ലോസ് ആണോ? പിന്നല്ലാതെ. യമുന എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് കേട്ടോ. അത് മനസ്സിലായി. പിന്നെ നീ അന്വേഷിച്ച് നടന്ന ഒരു ആ ഫ്രണ്ടിനെ കണ്ടായിരുന്നോ? എന്താ അവളുടെ പേര്? പാർവതി. അവളെ കണ്ടിരുന്നോ? ജെന്റിൽമാനും ഒരു പെൺകുട്ടിയെ തേടുകയായിരുന്നല്ലോ. കണ്ടിരുന്നോ അവളെ? എവിടെന്ന്? എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളെ കണ്ടുപിടിച്ചിരിക്കും. മണി, ഒരു മിനിറ്റ്. ശരി.
നശിപ്പിച്ചു. ഈ സമയത്ത് ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കരുത്. യമുന ഒന്ന് കണ്ടിട്ട് ഞാൻ പറ്റില്ലെന്ന് നിന്നോടല്ലേ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കോച്ചേ. ദാ വരുന്നു, അനുഭവിച്ചോ. ഞാൻ പോണു. എന്ത് ധൈര്യത്തിലാണടി നീ എന്റെ വീട്ടിലേക്ക് കയറി വന്നേ? നിന്റെ നിഴല് പോലും ഇവിടെ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ യമുനെ കാണാൻ വന്നതാ. എനിക്ക് യമുനെ ഒന്ന് കാണണം. നീ അവളെ ഈ ജന്മത്ത് കാണാൻ പോകുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് പോ. ഞാൻ വന്നത് യമുനെ രക്ഷിക്കാനാ. രക്ഷിക്കാൻ എന്റെ മോക്ക് എന്താടി കുഴപ്പം? ഞാൻ കുളത്തിലെ വെള്ളത്തിൽ കണ്ടു ഒരു പട്ടുസാരി. അതൊടുത്തവൾക്ക് അപകടം ഉണ്ടാവും. നിർത്തു ദുശകനമേ. എന്റെ മോളുടെ കല്യാണം മുടക്കാൻ വന്നതാണോ കരിനാക്കി? അവളെ ഒന്ന് കാണാൻ അനുവദിക്കണം. ഒന്ന് കണ്ടാ മതി. കണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ പോയിക്കോളാം. മംഗളകാര്യം നടക്കുന്നത് കൊണ്ട് എന്റെ കൈ കൊണ്ട് ഞാൻ ഇവളെ തൊടുന്നില്ല. ഇവളെ പിടിച്ച് ഗേറ്റിന് വെളിയിലാക്ക്. പോടി, നടക്കങ്ങോട്ട്. ഇവളെ പിടിച്ച് പുറത്താക്ക്. അങ്ങോട്ട് വന്നേ. പറഞ്ഞാലും കേൾക്കില്ല. അവളുടെ ശബ്ദം പുറത്തു വരരുത്. യമുന അവളെ കാണാനും പാടില്ല. എണീക്കടി. എണീക്ക്. പാർവതി നിക്കവിടെ. അമ്മ പാർവതി, എനിക്ക് അവളെ കാണണം. ചേച്ചി ഞാനൊന്ന് നീ ഒന്നും പറയണ്ടടി. വിശാലേ, ആന്റി, എന്താ? ഇവളെ പിടിക്ക്. ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഇറങ്ങി പോടി. ഒന്നും ആരോടും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ മോളെ. അത് പിന്നെ നിന്റെ നല്ല ഉദ്ദേശം ഇവർക്കൊന്നും മനസ്സിലാവില്ല. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ അമ്മേ. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വാ. അംബികെ, നിന്നെ പറഞ്ഞാ മതിയല്ലോ. അച്ഛനില്ലാത്തതിന്റെ കുറവാണിതൊക്കെ. നീ ഇവളെ തോന്നിയ പോലെ തുറന്നു വിട്ടു. ഈ കരിനാക്കി ഈ നാടിന് തന്നെ ശാപമായിരിക്കും. നീ ഇവളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്. ഇല്ലെങ്കിൽ ആ ജോലി നാട്ടുകാർ ചെയ്യും. ഭാരതി, അമ്മ, ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഞാൻ യമുനയുടെ നല്ലതിന് വേണ്ടിയായി പറയുന്നേ. കേട്ടത് കിട്ടിയതൊന്നും മതിയായില്ലേ നിനക്ക്? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ, നിനക്ക് എന്താടി? നടക്കിങ്ങോട്ട്. കണ്ണിൽ നീ കണ്ട് കാതോരം ചൊല്ലും പിൻപൂവേ, നോവാകുന്നു നീയും കനിവില്ലാ നാട്ടിൻ പാർവതി. ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്താ പ്രശ്നം? പാർവതി വന്നിരുന്നു. ഞാൻ കേട്ടത് അവളുടെ ശബ്ദം തന്നെയാ. അമ്മ അവളെ പറഞ്ഞു വിട്ടു കാണും. ഞാൻ വിളിച്ചിട്ട് വന്നതാ പാർവതി. പാർവതി അല്ല, അവള് തന്നെയാണോ ഈ മണിയുടെയും ഫ്രണ്ട്? അതെ. അവളോടുള്ള നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചെറുപ്പത്തിൽ പുഴയിൽ വീണ എന്നെ രക്ഷപ്പെടുത്തിയത് അവളാ. ഓ, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണല്ലോ. നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ അവൾക്ക് കഴിയും. അതെ, ഇതൊക്കെ വെറും അന്ധവിശ്വാസം. ഇന്നത്തെ കാലത്ത് നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. കഷ്ടം. ഇതൊന്നും അന്ധവിശ്വാസമല്ല. ചിലർക്ക് ചില കഴിവുകൾ ദൈവം നൽകുന്നതാ. ദൈവം പാർവതിക്ക് നൽകിയ സിദ്ധിയാണിത്. അയ്യോ ബ്രോ, യമുന എന്താ ഇതുവരെ ഒരുങ്ങാത്തെ? അതിനെ പറ്റിയാ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഓ, എല്ലാരും കൂടെ ഇവിടെ കളിയും ശരിയായിട്ട് നിക്കാണോ? മോളെ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ ഷൂട്ട് ചെയ്യാനായിട്ട് പിടിച്ചു നിർത്തിയിരിക്കായിരുന്നു അല്ലേടി? ഏയ്, അതിനൊക്കെ ഇനി സമയം കിടക്കുമല്ലേ അച്ഛമ്മേ? നിന്റെ ഫോൺ എടുത്തേ തിളയ്ക്കുന്ന സാമ്പാറിനകത്തിടും. അയ്യോ അച്ഛമ്മേ, ഗാർഗിയെ കുറ്റപ്പെടുത്തണ്ട. യമുനെ ചെറിയൊരു മൂഡ് ഓഫില്ല, അതാ ഒരുങ്ങാത്തത്. ഓ, മൂഡ് ഔട്ട്. ഒരൊറ്റ വീക്ക് വെച്ച് തരും ഞാൻ. നീ അവളെ കൊണ്ട് ഒരുക്കിക്കേ. നമുക്ക് തമാശ പറയാൻ കണ്ട നേരം. അമ്മേ, വിടമ്മേ. നിന്നോട് ആ വീട്ടിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഹരിതാത്തത് കണ്ടാലേ അതൊരു സ്വപ്നമായി കരുതി മറക്കണം ഞാൻ എത്ര തവണ പറഞ്ഞതാ പാറു. നിനക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്തത്? അമ്മ വിട, എനിക്ക് വേദനിക്കുന്നു. ആളുകളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഓടി നടന്ന് നീ നിന്റെയും ഞങ്ങളുടെയും ജീവിതം നശിപ്പിക്കുകയാണ് പാറു. ആളുകളെ രക്ഷിക്കുന്നതേ സർക്കാർ നിനക്ക് ജോലിയാണോ? അതോ നീ ദൈവമാകാൻ ശ്രമിക്കുകയാണോ? പല്ലവി, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? പോയി നിന്റെ പണി നോക്ക്. വരാനാ പറഞ്ഞേ.
എന്നെ വിടമ്മ. ഇങ്ങോട്ട് വരാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാവിലെ മുതൽ അലിയല്ലേ? ചെന്ന് കുളിച്ച് വല്ലത് കഴിക്കാൻ നോക്ക്. നടക്കടി അങ്ങോട്ട്. മോളെ, എന്താ മോളെ? കാലിമാല. അപശകുനം വീണ്ടും വീണ്ടും എനിക്ക് കാണിച്ചു തരുക ദേവി. എനിക്ക് യമുനെ രക്ഷിക്കണം. അവക്ക് തന്നെയാവും അപകടം പറ്റുന്നത്. എനിക്ക് പോകണം. അങ്ങോട്ട്. നീ എങ്ങോട്ട് പോകുന്നില്ല. യമുനെന്നല്ല ആരെയും കാണാൻ പോകുന്നില്ല. നടക്കടി അങ്ങോട്ട്. എനിക്ക് പോണം. അമ്മ, എനിക്ക് യമുനെ രക്ഷിക്കണം. അമ്മേ, വാതിൽ തുറക്കമ്മേ. നന്നായി. തുറന്നു വിടമ്മേ. ഇത് മുന്നേ ചെയ്യണമായിരുന്നു. എനിക്ക് യമുനെ രക്ഷിക്കണം. വാതിൽ തുറക്ക്. യമുനെ അമ്മയ്ക്ക് ഇഷ്ടല്ലേ? അവളൊരു പാവോ. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ? വാതിലൊന്ന് തുറക്കമ്മേ. അമ്മേ, ഇങ്ങനെ മുടി കെട്ടുമ്പോ നീ ഇരട്ടി സുന്ദരിയാണ് കേട്ടോ. പാർവതി ചേച്ചിയുടെ അനിയത്തി അല്ലായിരുന്നെങ്കിൽ നിന്നെ കെട്ടാൻ നല്ല ചുള്ളൻ ചക്കന്മാർ ഇവിടെ ക്യൂ നിന്നേനെ. ആ നാശം പിടിച്ചവള് കാരണം മനുഷ്യനിവിടെ ഇരിക്കപ്പുറതിയില്ല. എടി, അവളെ ഞാൻ തുറന്നു വിട്ട നീ പിന്നെ ഈ വീട്ടിൽ കാണില്ല. അതിനെ എനിക്ക് അവളെ പോലെ വട്ടില്ല. എനിക്ക് യമുനെ രക്ഷിക്കണം ദേവി. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഒരു മിനിറ്റ്. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ സുന്ദരിയായ കഥാനായിക, അതായത് ഇന്നത്തെ കല്യാണ പെണ്ണ്. കല്യാണ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടിപൊളിയല്ലേ? ഇത് ഇവളുടെ ചേട്ടായിയുടെ സെലക്ഷനാ. ഒന്ന് മാറിക്കേ. എന്റെ ഗാർഗി, ഇവളെ റെഡിയാക്കിയില്ലേ ഇതുവരെ? എന്തു പറ്റി നിനക്ക്? നിന്റെ ചിരിയും കളിയൊക്കെ എവിടെ പോയി? അതെ, കല്യാണ പെണ്ണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, അല്ലേ ഗാർഗി? പിന്നല്ലാതെ. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എന്താ നിനക്ക് പറ്റിയേ? പാറു ഇനി വരില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഇനി എന്നാ എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുക? ഓ, അപ്പൊ അതാണ് പ്രശ്നം. ബെസ്റ്റ് ഫ്രണ്ട് കൂടെയില്ല. നീ ഒന്ന് കരയാതിരി. മേക്കപ്പ് കൊള്ളാക്കല്ലേ. എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാ. നിന്റെ താലികെട്ട് നടക്കുന്നതിന് മുമ്പ് പാർവതിയെ ഈ ഏട്ടൻ ഇവിടെ എത്തിച്ചിരിക്കും. അപ്പോ എന്റെ യമുനക്കുട്ടി ഹാപ്പി ആവില്ലേ? അത് നടക്കും. നടക്കും. വിശാൽ, എടാ നീ ഇവിടെ നിൽക്കായിരുന്നോ? എവിടേക്ക് നിന്നെ ഞാൻ അന്വേഷിച്ചു. ആ, മണവാട്ടി ഒരുക്കുന്നത് നിനക്ക് എന്താണ് കാര്യം? അതെ, ഞാനൊരു സെൽഫി എടുക്കാന്ന് വെച്ചാൽ വന്നതാ. അതൊക്കെ പിന്നെ എടുക്കാന്നേ. നീ വന്നേ, എന്റെ ഒരു ഫ്രണ്ട് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ, ഒന്ന് പരിചയപ്പെടാം. ശരി. യമുന, നീ പെട്ടെന്ന് റെഡി ആവണേ. അവര് റെഡിയാക്കിക്കൊള്ളും. വാ. പല്ലവി, എന്താ മോളെ, ഈ വാതിലൊന്ന് തുറക്കടി. മിണ്ടാതിരിക്കവിടെ. യമുനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ടേ ആർക്കും ഒരു പ്രയോജനവും ഇല്ല. മോളെ, യമുനയാണ് ആ സാരി എടുക്കുന്നതെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാവും. അവള് പന്തലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. എന്നെ ഒന്ന് തുറന്നു വിടും മോളെ. നിന്നെ ഞാൻ തുറന്നു വിട്ടാലേ അമ്മ എന്നെ കൊല്ലും. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. അമ്മ കാണാതെ പോയി ഞാൻ യമുനെ കണ്ടിട്ട് തിരിച്ചു വന്നോളാം. അപ്പൊ നീ എന്നെ മുറിയിൽ പൂട്ടിയിട്ടോളൂ. അമ്മ ഒന്നും അറിയാൻ പോകുന്നില്ലടി. നിന്നെ ഇറക്കി വിട്ടാ എനിക്കെന്താ ലാഭം? ലാഭോ? അതെ, നിന്നെ പുറത്തിറക്കിയ നീ എനിക്ക് എന്ത് തരും? ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എങ്കിലേ നീ എന്റെ കൈയെ പിടിച്ച് വാക്കുതാ. ഞാൻ ചോദിക്കുമ്പോ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന്. ആ മോളെ, ആക്ക്. ആരും ഇല്ലല്ലോ.
കളലക്ഷണം? ഏയ് മുറി തുറക്കാൻ ചേച്ചി പറഞ്ഞു. പറ്റില്ല, നമ്മൾ അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ അവളെ ഉപദേശിക്കായിരുന്നു. എന്റെ ദേവി. മോളെ താക്കോലെവിടെ? അമ്മ വന്നു. ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തോണ്ട് വാ പല്ലവി. നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? മുത്തശ്ശ, എന്നെ ഒന്ന് തുറന്നു വിടുമോ മുത്തശ്ശ? ആരാ നിന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ഇവളാണോ? ഞാനല്ല, അമ്മയാ. എന്താ അംബിക ഇത്? അവളെന്താ കൊച്ചുകുട്ടിയാണോ? കല്യാണ പ്രായം എത്തിയ പെണ്ണ അവള്. എന്തിനാണ് നീ അവളെ എങ്ങനെ ശിക്ഷിക്കണത്? എവിടെ താക്കോല്? അച്ഛാ വേണ്ടച്ച, അവൾ അവിടെ കിടക്കട്ടെ. നടന്ന കാര്യം വല്ലതും അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശൻ അവളെ തുറന്നു വിടാൻ നോക്കില്ലായിരുന്നു. അംബിക എന്താ ഉണ്ടായത്? ഞാൻ കുളത്തില് ചുവപ്പും പച്ചയും കളർന്ന ഒരു പട്ടുസാരിയും താലിയും കണ്ടു. അതേ സാരി ഉടുത്ത് വിവാഹ മണ്ഡപത്തിൽ എത്തുന്നവർക്ക് അപകടം സംഭവിക്കാം. ഈ കരിനാക്കി ഈ നാടിന് തന്നെ ശാപമായിരിക്കും. നീ ഇവിടെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിട്, ഇല്ലെങ്കിൽ ആ ജോലി നാട്ടുകാർ ചെയ്യും. ഇവളെ ഞാൻ പൂട്ടിയിടല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മോളെ, പാർവതി ഇങ്ങനെ കാണുന്നതൊക്കെ സത്യമാകാറുണ്ടെന്ന് അറിയില്ലേ? അവളെ തുറന്നുവിട്. അവൾ എവനെ ചെന്ന് കാണട്ടെ. വേണ്ടച്ച, അവളെ കണ്ടത് അവിടെ ചെന്ന് പറഞ്ഞ പാർവതി അവര് വെറുതെ വിടില്ല. യമുനയ്ക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ. ഇതെന്റെ സ്വാർത്ഥതയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്റെ മോളെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങനെ ഇപ്പൊ കല്യാണം കൂടണ്ട. മുത്തശ്ശ, മുത്തശ്ശ. വേണ്ട മോളെ, നീ എങ്ങും പോകണ്ട. അമ്മ പറയുന്ന കേക്ക് മോളെ. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും ചെയ്യണ്ട. ആപത്ത് വരുന്നത് യമുനയ്ക്കാണെങ്കിൽ അവളുടെ ജീവൻ സാക്ഷാൽ ഉദയന്നൂരമ്മ തന്നെ രക്ഷിച്ചോളും. മോള് ധൈര്യമായിരിക്കെ. മുത്തശ്ശ, പല്ലവി മോളെ. ഒരു രക്ഷയില്ല. നീ ഇവിടെ കിടക്ക്. ഞാൻ കല്യാണത്തിന് ചെന്ന് സദ്യ ഉണ്ടിട്ട് വരാം. പിന്നെ ഞാൻ അല്പം വൈകും കേട്ടോ. എല്ലാരും എന്നെ നോക്കി കണ്ണെടുക്കാതെ നിൽക്കുമ്പോ ഞാൻ പെട്ടെന്ന് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ. പല്ലവി, പല്ലവി പോയല്ലേ, ഒന്ന് തുറന്നു വിട് പല്ലവി. ദേവി, ആ സാരി ഉടുക്കുന്നത് എന്റെ യമുനയാവല്ലേ? എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? നമുക്കുള്ള കഴിവുകൾ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാ നല്ലത്. വിവാഹത്തിന് കർമ്മം ചെയ്യേണ്ട പൂജാരി ഇനിയും വന്നിട്ടില്ല. ടെൻഷൻ അടിക്കാതെ, അദ്ദേഹം വന്നോളും. എന്തിനാ വരാൻ കാത്തു നിൽക്കുന്നത്? ആരെങ്കിലും ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. പൂജാരിയുടെ വീട് എവിടെയാണെന്നറിയോ? ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. വീട് ഡ്രൈവർക്കറിയാം. എന്നാ നീ പെട്ടെന്ന് ചെല്ല്. എന്നാ ശരി, നീ ചെല്ല്. ആ. അതെ, ചിലരങ്ങനെയാ. ആനയിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ വരില്ല. എന്താ ചെയ്യാ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ട കാര്യം അദ്ദേഹം അറിഞ്ഞു കാണോ? വരാതിരിക്കോ? ദൈവമേ. മുഹൂർത്തത്തിന് മുമ്പ് പാർവതിയെ വീട്ടിലെത്തിക്കാൻ യമുനയ്ക്ക് വാക്ക് കൊടുത്തല്ലോ. ഇതുവരെ അവളെ കണ്ടിട്ട് പോലുമില്ല. ഇനിയിപ്പോ തെരഞ്ഞു നടക്കാനൊട്ട് സമയമില്ല. ദേവി, പുറത്തിറങ്ങാനുള്ള വഴി നീ കാണിച്ചു തരില്ലേ? ആപത്തുകളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് തന്ന് എന്നെ അനുഗ്രഹിച്ചത് ദേവിയല്ലേ? ആളുകള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് സങ്കടമില്ല. ഒരാളെ രക്ഷിക്കുമ്പോ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് മതി എനിക്ക്. ഇവിടെ ആരുമില്ലേ? ആരാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ വിശാൽ, യമുനയുടെ കസിൻ ബ്രദറാ. ഓ, മനസ്സിലായി. മോനിരിക്കെ,
കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഞാൻ തിരുമേനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. താലികെട്ടിന് സമയമാറായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു, അപ്പോഴാ കുഞ്ഞു വന്നത്. ഞാനിതാ വരുന്നു. മോളെ പാർവതി, മുത്തശ്ശ, മുത്തച്ഛൻ ഇറങ്ങ. ആരാ വന്നേ? യമുനയുടെ ഏട്ടനാ എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നതാ. ഞാനും വരട്ടെ മുത്തശ്ശ? അത് വേണ്ട മോളെ. എങ്കിലേ യമുന ചുവപ്പും പച്ചയും കലർന്ന പട്ടുസാരി ഉടുക്കുന്നെങ്കിൽ എന്നെ അറിയിക്കണം മുത്തശ്ശ. അത് ഉടുക്കുന്നത് യമുന ആവാതിരിക്കട്ടെ. അതിന് പറ്റിയില്ലെങ്കിൽ മുത്തശ്ശൻ തന്നെ ഞാൻ പറഞ്ഞ കാര്യം യമുനോട് സൂചിപ്പിച്ചാലും മതി. ആ സാരിയാ ഉടുക്കുന്നെങ്കിൽ അവളുടെ വിവാഹം നടക്കാതിരിക്കുന്നേ നല്ലത്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ഇറങ്ങട്ടെ മോളെ. അതെ അതെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ആ, പോകാം മോനെ. ആ. എല്ലാത്തിന്റെയും കയ്യിലും കഴുത്തിലും ഒക്കെ നിറയെ ഉണ്ടല്ലോ. ജൂവലറി കൊള്ളയടിക്കലാണ് ഇവരുടെ ഭർത്താക്കന്മാരുടെ ഒക്കെ പണി. എനിക്കാണെങ്കിൽ സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ല. ഓഹ്, കൊള്ളക്കാരനായ ഒരു ഭർത്താവിനെ തന്നെ എനിക്കും കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ആഭരണങ്ങൾ ധരിച്ച ഇവരുടെ കഴുത്തുളുക്കി പോവില്ലേ? എന്താ ഇവൾ അണിഞ്ഞിരിക്കുന്നേ? സ്വർണ്ണമല്ല, മുക്കുകൊണ്ടോ അല്ല. ആ, അമ്പലപ്പറമ്പിന്ന് വാങ്ങിയതായിരിക്കും. എന്താ ഇങ്ങനെ നോക്കുന്നേ? പാവം, നിന്റെ ഭർത്താവ് കുടിയനാണോ? കയ്യിലും കഴുത്തിലും ഒന്നും സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ല. നീ എന്തു പെണ്ണാ? നിനക്കിതിനെ കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ലേ? എന്റെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ഉള്ളത് ഡയമണ്ടും പ്ലാറ്റിനും ഒക്കെയാ. ആണോ? ഇങ്ങനെ ആഭരണങ്ങളുണ്ടോ? ഇതിനൊക്കെ എന്ത് വില വരും? സ്വർണത്തെക്കാൾ വിലയുണ്ടതിന്. അപ്പൊ ചേച്ചി വലിയ കാശാരിയാണല്ലേ? എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയി. ഒക്കെ ദൈവാനുഗ്രഹമല്ലേ. പക്ഷെ എനിക്ക് ദൈവ സൗന്ദര്യം മാറിക്കോരി തന്നു, പണം തന്നില്ല. അതിനിപ്പോ എന്താ, ഒരു കാശുകാരൻ വന്ന് കല്യാണം കഴിച്ച ആ പ്രശ്നം തീരില്ലേ? അല്ല, സുന്ദരിയുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പല്ലവി. ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി എന്റെ മുത്തശ്ശനാ. ഓ, എന്റെ മുത്തശ്ശനാ ഇവിടെ വിവാഹ കർമ്മങ്ങൾ നടത്തുന്നേ. ഓ, ആ, ഞാൻ ഗാർഗി, യമുനയുടെ ബന്ധുവാ. എന്നാ പോട്ടെ. അവിടെ നിന്നേ, ഞാൻ പല്ലവിയുടെ ഒരു ഫോട്ടോ കൂടി എടുത്തോട്ടെ. ഓ, അതൊന്നും വേണ്ടെന്നേ. ആഭരണങ്ങളില്ലാത്ത പെണ്ണിന്റെ ഫോട്ടോ ഒന്നിനും കൊള്ളില്ല. എന്നാരാ പറഞ്ഞത്? ഞാൻ തന്നെ. ഗാർഗിയുടെ ആഭരണങ്ങൾ എനിക്കൊന്ന് ഇട്ട് നോക്കാൻ തരുമോ? എന്റെ കൊതിയും തീരും, ഗാർഗിക്ക് ഫോട്ടോയും എടുക്കാം. അതിനെന്താ, ഇട്ട് നോക്കിക്കോ. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇനി ഫോട്ടോ എടുക്കട്ടെ. ആ വളയും കൂടി തന്നാ. ആ കമ്മല് തരുന്നോണ്ട് വിരോധമുണ്ടോ? എന്ത് വിരോധം? ആ കമ്മൽ ഒരിക്കും. എന്താ ഈ കാണിക്കുന്നേ? ഇതൊക്കെ എന്തിനാ ഇവക്ക് കൊടുക്കുന്നേ? ഒന്ന് ഇട്ടു നോക്കാൻ ചോദിച്ചപ്പോ കൊടുത്തതാ. ഫോട്ടോ എടുക്കാനായിട്ട്. ഇട്ടു നോക്കാനോ? നിന്റെ ആഗ്രഹം കൊള്ളാവില്ലോടി. മര്യാദക്ക് ഉരി കൊടുക്ക. ഫോട്ടോ എടുത്തതിന് ശേഷം വാങ്ങിക്കാൻ ആന്റി. പാവോ? പാവം ഇവളോ? വിളഞ്ഞ വിത്ത ഇതൊക്കെ. ഞാൻ കൃത്യസമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവളെ ഓടിപ്പോയനെ. ഞാൻ കള്ളിയൊന്നും അല്ല ഓടിപ്പോവാൻ. നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? നിന്നെ ഞാൻ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നോ? എന്തിനാ നീ വന്നേ? നിന്റെ ചേച്ചി ഒരു വിധത്തിൽ ഒഴിവാക്കിയതേ ഉള്ളൂ. അപ്പതേ അനിയത്തി കയറി വന്നിരിക്കുന്നു. നിന്നെ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചേ? എന്റെ മുത്തശ്ശനെ ക്ഷണിച്ചിരുന്നല്ലോ, അത് എന്നെ ക്ഷണിച്ചതുപോലെയാണെന്ന് ഞാൻ കരുതി. അങ്ങനെ കരുതണ്ട.
നിന്റെ ചേച്ചി ചെയ്ത പണിക്ക് നിന്നെ ഇവിടെ നാടിച്ചിറക്കുക വേണ്ട. വന്ന സ്ഥിതിക്ക് ക്യൂ നിന്ന് വല്ലതും കഴിച്ചിട്ട് പോ നോക്ക്. വിവാഹം നടക്കുന്നിടത്ത് നിന്നെ കണ്ടുപോകരുത്. വാടിക്കോട്ട് കൂട്ടുകൂടാൻ കണ്ടൊരു സാധനം. നടക്ക്. ഭാരതി തള്ളേ, ഇന്ന് നീ കരയിച്ചത് പല്ലവിയാ. ഇതിന് എന്റെ വക ഒരു വിവാഹ സമ്മാനം ഞാൻ തരും. ഈ കല്യാണം ഞാൻ മുടക്കും.